Dear students, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് C4 സൈക്കിളിന്റെ അനാറ്റമിക്കൽ പെക്യുലാരിറ്റി ആയിരുന്നു. അനാറ്റമിക്കൽ പെക്യുലാരിറ്റി എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഒന്നുമില്ല, അതിനൊരു അനാറ്റമിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദ അനാറ്റമിക്കൽ സിഗ്നിഫിക്കൻസ് ഈസ് കോൾഡ് ദേ പൊസസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ കോൾഡ് ക്രാൻസ് അനാറ്റമി. എന്താണ് ഈ ക്രാൻസ് അനാറ്റമി? നമുക്ക് പറയാൻ പറ്റണം, ക്രാൻസ് എന്ന് പറയുന്നത് ഒരു റീത്ത് ലൈക്ക് സ്ട്രക്ചർ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ റീത്ത് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന പ്ലാന്റിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. എന്താണ് അതിന്റെ പെക്യുലർ ഫീച്ചർ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, ദിസ് ടൈപ്പ് ഓഫ് അനാറ്റമി ഈസ് ഫൗണ്ട് ഇൻ C4 പ്ലാന്റ്സ്. C4 പ്ലാന്റ്സിൽ മാത്രമേ ഈ പറയുന്ന അനാറ്റമി കാണുന്നുള്ളൂ. ഞാൻ ഇവിടെ വളരെ കമ്പാരിസണിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തരാം. ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള C3 പ്ലാന്റ് ആണ്. നമ്മൾ നോർമൽ പ്ലാന്റുകൾ എന്ന് പറയുന്ന പ്ലാന്റുകളൊക്കെ C3 ആണ്. ഇപ്പോൾ മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഒക്കെ ദേ ആർ C3 പ്ലാന്റ്സ്. അതിന്റെ മീസോഫിൽ സെൽ നോക്കൂ നിങ്ങൾ, വളരെ ചെറുതാണ് മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്ത് സെല്ലും ഒക്കെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ആ മീസോഫിൽ സെൽ എന്ന് പറയുന്നത് ബണ്ടിൽ ഷീത്തിന്റെ സെല്ലിന്റെ പുറമെ ഒരു റീത്ത് ലൈക്കായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പെക്യുലാരിറ്റി. ദാറ്റ് പെക്യുലാരിറ്റി ആൾവേസ് മേക്കിംഗ് ദ പ്ലാന്റ് ഡിഫറെന്റ്. എന്തൊക്കെയാണ് ഡിഫറൻസ്? സി, ദിസ് ടൈപ്പ് ഓഫ് അനാറ്റമി ഈസ് ഫൗണ്ട് ഇൻ C4 പ്ലാന്റ്സ്. ഇൻ ലീവ്സ് ഓഫ് സച്ച് പ്ലാന്റ്സ് പാലിസൈഡ് ടിഷ്യൂ ഈസ് ആബ്സെന്റ്. പാലിസൈഡ് ടിഷ്യൂ ഈ പറയുന്ന സ്ഥലത്ത് ആബ്സെന്റ് ആണ്. ഇൻ ലീവ്സ് ഓഫ് സച്ച് പ്ലാന്റ്സ് പാലിസൈഡ് ടിഷ്യൂ ഈസ് ആബ്സെന്റ്. ദർ ഈസ് ബണ്ടിൽ ഷീത്ത് അറൌണ്ട് വാസ്കുലാർ ബണ്ടിൽസ്. അവിടെ ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ട്. എന്തിനു ചുറ്റുമായിട്ട്? വാസ്കുലാർ ബണ്ടിലിന് ചുറ്റുമായിട്ട്. Chloroplast in the bundle sheath cell are large without grana. Chloroplast in the bundle sheath cells are large without grana. Chloroplast in mesophyll cells are small but with well developed grana. പക്ഷെ അവിടെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാന കൂടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, this type of anatomy is found in peculiar species called C4 plants. In leaves of such plants, palisade tissue is absent. There is bundle sheath around vascular bundle. അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ട് വാസ്കുലാർ ബണ്ടിലിന് ചുറ്റുമായിട്ട്. Chloroplast in the bundle sheath cells are large without grana. Chloroplast in mesophyll cell are small but with well developed grana. So this is the peculiar feature of this particular anatomy. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. കാൽവിൻ സൈക്കിൾ കറക്റ്റ് ആയിട്ട് C3 പ്ലാന്റ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാണാം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെ? അതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് നമ്മൾ ആകെ ജസ്റ്റ് ഒന്ന് ഇവിടെ പറയാൻ കാരണം, ഇവിടെ നമുക്ക് മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്തും കാണാൻ പറ്റും. ബട്ട് ഹിയർ ഓൺലി മീസോഫിൽ സെൽ. അതാണ് പോയിന്റ്. ഇപ്പോൾ മീസോഫിലെ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച് മാത്രമാണ് C3 സൈക്കിൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നതെങ്കിൽ ഇവിടെ C4 പ്ലാന്റ്സിൽ രണ്ട് സ്ഥലത്തും റിയാക്ഷൻ നടക്കുന്നു. That is why this cycle is significant. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കൂടിയാണ് C4 സൈക്കിളിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം C4 പ്ലാന്റിനെയും C3 സൈക്കിളിനെയും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ തന്നെ സമ്മപ്പ് ചെയ്യാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് വേരിയബിൾ. ഫോട്ടോ റെസ്പിറേഷൻ എക്സ്റ്റെൻസീവ് ആയിട്ട് നടക്കുന്നു. ദെൻ C4 പ്ലാന്റ്സ് മിനിമൽ ആണ്. പെർഫോം കാൽവിൻ സൈക്കിൾ, യെസ്, ആൻഡ് ആൾസോ ഹിയർ ആൾസോ C4 സൈക്കിളും കാൽവിൻ സൈക്കിൾ നടക്കുന്നുണ്ട്. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ REBP ആണ്. ഇവിടെ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിംഗ് എൻസൈം റുബിസ്കോ ആണ്, കാർബോക്സിലേസ് ആണ്. ബട്ട് ഹിയർ ഇവിടെ PEP കാർബോക്സിലേറ്റ് ആൻഡ് റുബിസ്കോ. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് തിങ്. ഇവിടെ PEP ആണെങ്കിൽ ഇവിടെ റുബിസ്കോ ആണ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ 3PG, ദാറ്റ് ഈസ് 3-phospholic acid. ബട്ട് ഹിയർ ഇറ്റ്സ് ഓക്സാലോ അസിറ്റിക് ആസിഡ്. അതും പറഞ്ഞതാണ്. ഇത് ചിലപ്പോൾ ഒബ്ജക്റ്റീവിനെ ഒക്കെ ചോദിക്കാൻ സാധ്യതയാണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. Affinity of carboxylase for carbon dioxide moderate affinity ആണ്, but here high affinity ആണ്. Photosynthetic cells of leaf mesophyll ആണ്, but here mesophyll and bundle sheath cell. Classes of chloroplast ഇവിടെ ഒന്നാണ്, but here 2. So ഇത് ഓൾറെഡി പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യുന്നേ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, കമ്പയർ ഓർ ഡിഫറൻഷിയേറ്റ് C3 പ്ലാന്റ്സ് ആൻഡ് C4 പ്ലാന്റ്സ്. അത് മാർക്കിനനുസരിച്ച് എഴുതണം. ഇതിപ്പോൾ 2 മാർക്കിനാണ് ഇത് മതി. 4 മാർക്കിനാണ് കാൽവിൻ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യണം, C4 സൈക്കിളും എക്സ്പ്ലെയിൻ ചെയ്യണം, ക്രാൻസ് അനാറ്റമി പറയണം. ഓക്കെ, just for your information. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടായിട്ട് ഇരുന്നു. ചിലപ്പം ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ആഡ് ദിസ് പോയിന്റ് just before we are discussed the same thing. So just see the differences based on the mark.
The previous one is based on 2 mass and this is the based on 3 mass. Okay. Now we are going to discuss about another important cycle. നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്ത ഒരു സൈക്കിളാണ് CAM plants or CAM cycle. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സൈക്കിളാണ് നമുക്ക്. CAM എന്ന് പറയുന്നത് Crassulacean acid metabolism എന്നാണ്. What is that? Crassulacean acid metabolism. ഇത് നമ്മൾ സാധാരണ കൈതച്ചക്ക പോലെയുള്ള പ്ലാന്റിലാണ് ഇത്തരത്തിലുള്ള മെറ്റബോളിസം നടക്കുന്നത്. എന്താണ് ആ മെറ്റബോളിസം എന്ന് നമുക്ക് നോക്കാം. എന്താണ് CAM plants? നമ്മൾ C4 plants എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഇപ്പൊ നിങ്ങൾ സീറോഫൈറ്റിക് ആയിട്ടുള്ള സക്യുലന്റ് പ്ലാന്റ് എന്ന് നമ്മൾ പറയാം. Crassulacean acid metabolism, that is actually CAM, CAM. 5% of the plant. ഇപ്പൊ C4 plants നമുക്കറിയാം 10% ആണെങ്കിൽ ഇത് 5% ആണ്. CAM is a variant of the C4 pathway of photosynthesis found in many succulent plants that live in hot and arid desert. അപ്പോൾ CAM എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ആണ് നമ്മൾ പറഞ്ഞു. It is a variant of C4 pathway of photosynthesis found in many succulent plants that live in hot and arid desert. Example, pineapple, cactus, succulents. ഇതാണ് സാധാരണ Crassulacean acid metabolismത്തിൽ വരുന്ന പ്ലാന്റിന്റെ ഡീറ്റെയിൽസ്. എന്താണ് CAM പ്ലാന്റ്സിൽ നടക്കുന്ന ഓപ്പറേഷൻ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനിപ്പിക്കാം. നോക്കൂ, ഇത് CAM പ്ലാന്റ്സിൽ നൈറ്റിൽ, രാത്രിയിൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫിക്സ്ഡ് ആസ് സ്റ്റൊമാറ്റ ഓർ ഓപ്പൺ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യും, സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യും. രാത്രിയാണ്, ആലോചിക്കണം. Phosphoenol carboxylic acid added carbon dioxide to phosphoenol pyruvate to produce a C4 compound called malic acid. ഇപ്പൊ രാത്രി സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ആവും, ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തിട്ട് എന്താക്കും? ഒരു 4 കാർബൺ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് C4 ആസിഡ് കോൾഡ് മാലിക് ആസിഡ്. എന്നാൽ ഡ്യൂറിംഗ് ദ ഡേ ടൈം മാലിക് ആസിഡ് റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ്. മാലിക് ആസിഡ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് then used by Rubisco and then Calvin cycle. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും? ആ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തതിനു ശേഷം അത് കാൽവിൻ സൈക്കിൾ വഴി ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഉണ്ടാക്കുന്നു. അപ്പൊ രാത്രി സമയത്ത് പുളിയുള്ള ഒരു ആസിഡ് ഉണ്ടാക്കുന്നു. പുളിയാണ് രാത്രി. പക്ഷെ പകൽ എന്ത് ചെയ്യും? പകല് ഈ പറയുന്ന മാലിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കിയിട്ട് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഉണ്ടാക്കുന്നു. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഉണ്ടായാൽ മാത്രമേ ഷുഗർ ഉണ്ടാവും. ഷുഗർ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർച്ച് ഉണ്ടാവും. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് കൈതച്ചക്ക മധുരിക്കുന്നത്. രാത്രി കൈതച്ചക്ക നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അതിന് പുളിയാ ഉണ്ടാവുക. അത് ഇത് ലൈവായിട്ട് നിൽക്കുമ്പോട്ടോ, അല്ലാണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതല്ല. ഓക്കെ, വാങ്ങിക്കൊണ്ടുവരുന്ന കൈതച്ചക്കയിലല്ല ഞാൻ പറഞ്ഞത്. രാത്രി ജീവനോട് നിൽക്കുന്ന കൈതച്ചക്ക ഉണ്ടാവുന്നതിന് മുമ്പ്, ആ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നതിന് മുമ്പ്, അവൾ നടക്കുന്ന മുഴുവൻ ഫോട്ടോസിന്തസിന്റെയും പ്രത്യേകം എന്താ വെച്ചാൽ അത് പുളിപ്പാണ് ഉണ്ടാവുക. ഓക്കെ, അതേസമയം പകല് അത് ചില സമയത്ത് രാത്രി വാങ്ങുന്ന രാത്രി പറിച്ചെടുക്കുന്ന കൈതച്ചക്കയിൽ പുളിപ്പുണ്ടാവും എന്നൊക്കെ പറയേണ്ട ആൾക്കാര്. ഒന്നുമില്ല, അത് ജസ്റ്റ് അതിന്റെ സയൻസ് ഇത്രയേ ഉള്ളൂ. അതിൽ മാലിക് ആസിഡ് ആണ് രാത്രി ഉണ്ടാവുക. പകലാകുന്ന സമയത്ത് ആ പറയുന്ന മാലിക് ആസിഡ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യും. എങ്ങനെ കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുക? കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാനിലും കാൽവിൻ സൈക്കിൾ ആത്യന്തികമായിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് അവർക്ക് സ്റ്റാർട്ടപ്പ് ഉണ്ടാവില്ല. ആ സ്റ്റാർട്ടപ്പിന് എന്ത് ചെയ്യും? ഈ പറയുന്ന CAM പ്ലാന്റ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അതാണ് ഇമ്പോർട്ടന്റ്. കാർബൺ ഡൈ ഓക്സൈഡ് അവൈലബിൾ ആക്കി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഉണ്ടാവുന്നു. എങ്ങനെ? RUBP എന്ന് പറയുന്ന നമ്മൾ ആദ്യം പഠിച്ച റിബുലോസ് ബിസ്ഫോസ്ഫേറ്റിന്റെ ബേസിൽ RUBP എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്തു. ഒരു RUBPന്റെ കാർബൺ നമ്പർ 5 ആണ്. പ്ലസ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 6 ആയി. ഓട്ടോമാറ്റിക്കലി ഒരു ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നമുക്കറിയാം എപ്പോഴും എന്തുണ്ടാവും? 6 RUBP ഫിക്സ് ചെയ്യും. അപ്പൊ 6 × 5 30 പ്ലസ് 6 കാർബൺ ഡൈ ഓക്സൈഡ്. 30 + 6 = 36. കണക്കൊക്കെ നേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൺഫ്യൂഷൻ ആക്കി പോകുന്നില്ല. ഒക്കെ നിങ്ങൾ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവണം. അവിടെ നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിൽ മാലിക് ആസിഡ് ഉണ്ടാക്കുകയും പകൽ ആ മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. ബാക്കി അതെന്തായി മാറുന്നു? പൈറുവിക് ആസിഡ് ആയി പോകുന്നു. ആ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ട് RUBPനെ കണക്ട് ചെയ്യിച്ചിട്ട് അവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഉണ്ടാക്കിയിട്ട് ഒരു ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ സൈക്കിൾ ഈസ് കോൾഡ് CAM സൈക്കിൾ ഓർ CAM പാത്വേ. ഇതാണ് ആ CAM പാത്വേന്റെ വളരെ ഡീറ്റെയിൽ ആയിരിക്കുന്ന സ്ട്രക്ചർ. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, കാൽവിൻ സൈക്കിൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. നൈറ്റിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. കാർബൺ ഡൈ ഓക്സൈഡ്
കാർബോണിക് ആസിഡ്, ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് വന്നു, ഓക്സാലോഅസെറ്റിക് ആസിഡ് ഉണ്ടാവുന്നു, മാലിക് ആസിഡ് ഉണ്ടാവുന്നു. മാലിക് ആസിഡ് ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് പിന്നെയും ഡിസോസിയേറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മളെ മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടാവുന്നു? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അല്ല, ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു? ഈ REVP ആക്സെപ്റ്റ് ചെയ്തിട്ട് നോർമൽ ഷുഗർ ഉണ്ടാക്കുന്നു. സോ ദിസ് ഈസ് ദ നൈറ്റ് ആൻഡ് ഡേ പ്രോഗ്രാം ഓഫ് CAM plants. ഇനി നമുക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ കുറച്ച് ടോപ്പിക് ഉണ്ട്. അതിലൊന്ന് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് റേറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫോട്ടോസിന്തസിന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? 2 ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും മറ്റൊന്ന് ഇന്റേണൽ ഫാക്ടേഴ്സുമാണ്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലൈറ്റ് ഇന്റൻസിറ്റി, നന്നായിട്ട് ലൈറ്റ് വേണം ഫോട്ടോസിന്തസിസ് നടക്കാൻ. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വാട്ടർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ, പ്രോട്ടോപ്ലാസം, ഫോട്ടോസിന്തസിസ് എക്സെട്ര. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞു, ലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം, ടെമ്പറേച്ചർ നന്നായി ചൂട് വേണം, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കൂ. ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നാണ് ക്ലോറോഫിൽ, പ്രോട്ടോപ്ലാസം നന്നായിട്ട് ആക്റ്റീവ് ആവണം, ഫോട്ടോസിന്തസിസ് പ്രൊഡക്റ്റ് നന്നായിട്ട് ഉണ്ടാവണം, അതായത് ഫോട്ടോസിന്തേറ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് വഴി ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷുഗർ ആണ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ഉണ്ട്. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്? ലിമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എനിക്കൊരു ലിമിറ്റ് ഉണ്ട് എന്ന് പറയേണ്ട ആൾക്കാർ, ക്ഷമയുടെ ഒരു പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കുമെന്ന് പറയും പോലെ തന്നെ ഫോട്ടോസിന്തസിസ് അവസാന നിമിഷം വരെ പ്ലാന്റ് നടത്തും. അതിനുശേഷം അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്താണ് ലിമിറ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാൽ നടക്കൂല, ലൈറ്റ് കുറഞ്ഞാൽ നടക്കൂല, ഹൈ ലൈറ്റ് ആണെങ്കിൽ പ്രോബ്ലം ആണ്, ഹൈ ഓക്സിജൻ ആണെങ്കിൽ പ്രോബ്ലം ആണ്, ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ പ്രോബ്ലം ആണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുക, അത് ഈ പറയുന്ന ഫോട്ടോസിന്തസിസിനെ എഫക്ട് ചെയ്യാറുണ്ട്. നമ്മൾ അതിന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ്. കണ്ടീഷൻ ദാറ്റ് ലീഡ് ടു ദിസ് ലിമിറ്റേഷൻ: കാർബൺ ഡൈ ഓക്സൈഡ്, റുബിസ്കോ ആക്ടിവിറ്റി ലോ, ലൈറ്റ് ഹൈ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ, ജസ്റ്റ് റിമെമ്പർ വാട്ട് ആർ ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. സാധാരണ നമ്മൾ പറയാ, ഒരു ഓപ്റ്റിമം കണ്ടീഷനിൽ ഗ്രോത്ത് നടക്കാൻ വേണ്ടി നമ്മൾ ഫോട്ടോസിന്തസിസിന്റെ ലൈറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഈ രീതിയിലാണ്, അല്ലെ? ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഓക്കെയാണ്, പിന്നെ സ്ലോ ആണ്, പിന്നെ വളരെ സ്പീഡാവും, പിന്നെ ഇങ്ങനെ ഒരു നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടക്കും. ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൽ കണ്ടീഷൻ ഓഫ് ഓൾ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ലൈറ്റ് എക്സെട്ര. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. There are 3 main factors that can affect the rate of photosynthesis. One is called light intensity, second one temperature, third one concentration of carbon dioxide. Changes to one of these factors can affect the rate of photosynthesis. ഇതിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ that can affect photosynthesis. That is what is called പറയൂ, limiting factor. The factor that nearest to the minimum at any one time is called a limiting factor, and this is the one that affect the rate of photosynthesis. ഇതിൽ ഏതെങ്കിലും ഒന്ന് ലിമിറ്റിൽ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ഫോട്ടോസിന്തസിസിനെ നിർബന്ധമായിട്ടും ബാധിക്കും. അതുകൊണ്ട് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിറ്റർമിനന്റൽ ഫാക്ടർ ആണ്. ദാറ്റ് ക്യാൻ ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇഫ് ഇറ്റ് ഈസ് reduced, if it is very minimum, that can definitely affect the rate of photosynthesis. So what is limiting factor, what is CAM plants, what is Grant's anatomy, all these aspects should remember as far as your examinations are concerned. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് CAM plants എന്താണെന്ന് പറഞ്ഞു, Grant's anatomy ഡീറ്റെയിൽസ് പറഞ്ഞു, what are the important factors affecting photosynthesis, what is limiting factor. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ട്രാൻസ്ലോക്കേഷൻ ആണ്. That we will discuss in next class. Thank you.